ഓം ശാന്തി. 6/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബ്രഹ്മബാബ ശിവബാബയുടെ രഥമാണ്. രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള പാർട്ടാണ് നടക്കുന്നത്. ഇതിൽ അല്പം പോലും സംശയം വരാൻ പാടില്ലാത്തതാണ്. ചോദ്യം: മനുഷ്യർ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാകുന്നതിനായി ഏതൊരു യുക്തിയാണ് രചിക്കുന്നത്? അതിനെ മഹാപാപം എന്നാണ് പറയുന്നത്. ഉത്തരം: മനുഷ്യർ ദുഃഖിതരാകുമ്പോൾ സ്വയം തന്നെ കൊല്ലുന്നതിന് അനേകം ഉപായങ്ങൾ രചിക്കുന്നു. ജീവഘാതം ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നു. ഇതിലൂടെ നമ്മൾ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാകും എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ഇതുപോലൊരു മഹാപാപം വേറെയില്ല. അവർ കൂടുതൽ ദുഃഖങ്ങളിൽ കുടുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. കാരണം ഇത് അപാര ദുഃഖങ്ങളുടെ ലോകമാണ്. ഓം ശാന്തി. കുട്ടികളോട് ബാബ ചോദിക്കുന്നു, ആത്മാക്കളോട് പരമാത്മാവ് ചോദിക്കുന്നു, നമ്മൾ പരംപിതാ പരമാത്മാവിൻ്റെ മുന്നിലിരിക്കുകയാണ് എന്നത് അറിയുന്നുണ്ടോ? ആ ഒന്നിന് സ്വന്തം രഥമില്ല, അതായത് ശരീരമില്ല. ഈ ഭൃഗുടിയുടെ മധ്യത്തിൽ ബാബയുടെ നിവാസ സ്ഥാനമാണ് എന്നത് നിശ്ചയമുണ്ടല്ലോ. ബാബ സ്വയം പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭൃഗുടിയുടെ മധ്യത്തിൽ ഇരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ശരീരം ലോണായി സ്വീകരിക്കുന്നു. ആത്മാവ് ഭൃഗുടിയുടെ മധ്യത്താണ്. ബാബയും അവിടെ തന്നെയാണ് ഇരിക്കുന്നത്. ബ്രഹ്മാവുണ്ട്, അപ്പോൾ ശിവബാബയുമുണ്ട്. ബ്രഹ്മാവില്ലെങ്കിൽ ശിവബാബ എങ്ങനെ സംസാരിക്കും? മുകളിൽ ശിവബാബയെ സദാ ഓർമ്മിച്ചു വന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ ബാബയുടെ അടുക്കൽ ഇവിടെ ഇരിക്കുകയാണ്. ശിവബാബ മുകളിലായിരിക്കുകയും ബാബയുടെ പ്രതിമ ഇവിടെ പൂജിക്കപ്പെടുകയും ചെയ്യുന്നു എന്നല്ല. ഈ കാര്യങ്ങൾ വളരെയധികം മനസ്സിലാക്കേണ്ടവയാണ്. നിങ്ങൾക്കറിയാം, ബാബ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ജ്ഞാനം എവിടെ നിന്നാണ് കേൾപ്പിക്കുന്നത്? മുകളിൽ നിന്നും കേൾപ്പിക്കുമോ? ഇവിടെ താഴെ വന്നിരിക്കുകയാണ്. ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ കേൾപ്പിക്കുന്നു. ചില കുട്ടികൾ പറയുന്നു, നമ്മൾ ബ്രഹ്മാവിനെ അംഗീകരിക്കുന്നില്ല എന്ന്. പക്ഷേ ശിവബാബ സ്വയം പറയുന്നു, ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ എന്നെ ഓർമ്മിക്കൂ. ഇത് വിവേകത്തിൻ്റെ കാര്യമാണല്ലോ. എന്നാൽ മായ വളരെ ബലവാനാണ്. പെട്ടെന്ന് മുഖം തിരിപ്പിച്ച് പിന്നിലേക്കാക്കുന്നു. ഇപ്പോൾ നിങ്ങളുടെ കഴുത്ത് ശിവബാബ മുന്നിലോട്ടാക്കി. മുന്നിൽ ഇരിക്കുകയാണ്. പിന്നെ ബ്രഹ്മാവ് ഒന്നും തന്നെയല്ല എന്ന് ആരാണോ മനസ്സിലാക്കുന്നത്, അവരുടെ ഗതി എന്താകും? ദുർഗതി പ്രാപിക്കുന്നു. ജ്ഞാനം ഒട്ടും തന്നെയില്ല. മനുഷ്യർ ഓ ഗോഡ് ഫാദർ എന്ന് വിളിക്കുന്നുമുണ്ട്. പിന്നെ ആ ഗോഡ് ഫാദർ കേൾക്കുന്നു. ലിബറേറ്റർ വരൂ, മുക്തിദായക വരൂ എന്ന് ആ ഒന്നിനോട് പറയുന്നുവല്ലോ. അതോ അവിടെ ഇരുന്ന് ലിബറേറ്റ് ചെയ്യുമോ? കൽപ്പകൽപ്പങ്ങളിൽ പുരുഷോത്തമ സംഗമയുഗത്തിൽ തന്നെയാണ് ബാബ വരുന്നത്. ആരിലാണോ വരുന്നത് ആ ഒന്നിനെ തന്നെ മാറ്റിക്കളയുകയാണെങ്കിൽ എന്ത് പറയുവാനാണ്? നമ്പർ 1 തമോ പ്രധാനം. നിശ്ചയം ഉണ്ടായിട്ടും മായ പൂർണ്ണമായും മുഖം തിരിക്കുന്നു. അത് പൂർണ്ണമായും വർത്ത് നോട്ട് എ പെന്നി, അതായത് ചില്ലി കാശിന് വിലയില്ലാത്തതാക്കി മാറ്റുന്നു. അത്രയും മായയിൽ ബലമുണ്ട്.
ഇങ്ങനെയുള്ളവരും ചില സെൻറ്റേഴ്സിലുണ്ട്. അതിനാൽ ബാബ പറയുന്നു, ജാഗ്രതയോടെ ഇരിക്കണം. കേട്ട കാര്യങ്ങൾ ആരെയെങ്കിലും കേൾപ്പിച്ചു കൊണ്ടിരുന്നാൽ തന്നെയും പണ്ഡിതനെ പോലെ ആയിപ്പോകുന്നു. ബാബ പണ്ഡിതൻ്റെ കഥ പറഞ്ഞു തരാറുണ്ടല്ലോ. രാമ രാമ എന്ന് പറയുകയാണെങ്കിൽ സാഗരം കടന്നു പോകാം എന്ന് പണ്ഡിതൻ പറയും. ഈ ഒരു കഥയും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ബാബയുടെ ഓർമ്മയിലൂടെ വിഷയസാഗരത്തിൽ നിന്നും ക്ഷീരസാഗരത്തിലേക്ക് പോകുന്നുവല്ലോ. അവർ ഭക്തിമാർഗത്തിൽ അനേകം കഥകൾ ഉണ്ടാക്കിയിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് ഒരു കഥയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പണ്ഡിതൻ മറ്റുള്ളവരോട് പറയുമായിരുന്നു, സ്വയം തീർത്തും നഷ്ടക്കണക്കിലായിരുന്നു. സ്വയം വികാരങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയും മറ്റുള്ളവരോട് നിർവികാരിയാകൂ എന്ന് പറയുകയുമാണെങ്കിൽ അവരുടെ എന്തു പ്രഭാവമുണ്ടാകുവാനാണ്? ഇങ്ങനെയും ബ്രഹ്മകുമാർ കുമാരിമാരുണ്ട്. സ്വയം നിശ്ചയമില്ല, മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ടിരിക്കും. അതിനാൽ ചിലയിടങ്ങളിൽ കേൾപ്പിക്കുന്നവരേക്കാൾ കേൾക്കുന്നവർ തീവ്രമായി പോകുന്നു. ആരാണോ വളരെ പേരുടെ സേവനം ചെയ്യുന്നത് അവർ തീർച്ചയായും പ്രിയപ്പെട്ടവരാകുമല്ലോ. അസത്യമായ പണ്ഡിതൻ ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ അയാളെ ആര് സ്നേഹിക്കും? പിന്നെ പ്രാക്ടിക്കലിൽ ആരാണോ ഓർമ്മിക്കുന്നത് അവരുടെ നേർക്കായിരിക്കും സ്നേഹമുണ്ടാകുന്നത്. നല്ല നല്ല മഹാരഥികളെയും മായ വിഴുങ്ങിക്കളയുന്നു. വളരെ പേർ വിഴുങ്ങപ്പെട്ടു. ബാബയും മനസ്സിലാക്കിച്ചു തരുന്നു, ഇപ്പോൾ കർമാതീത അവസ്ഥ ഉണ്ടായിട്ടില്ല. ഒരു ഭാഗത്ത് യുദ്ധമുണ്ടാകും, മറുഭാഗത്ത് കർമാതീത അവസ്ഥയുണ്ടാകും. പൂർണ്ണമായും കണക്ഷനുണ്ട്. പിന്നെ യുദ്ധം പൂർത്തിയാകുമ്പോൾ ട്രാൻസ്ഫർ ആകും. ആദ്യം രുദ്രമാല ഉണ്ടാകുന്നു. ഈ കാര്യങ്ങൾ മറ്റാരും അറിയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, വിനാശം മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ മൈനോറിറ്റിയാണ്, അവരാണ് മെജോറിറ്റി. അപ്പോൾ നിങ്ങളെ ആരംഗീകരിക്കും? എപ്പോഴാണോ നിങ്ങളുടെ അഭിവൃദ്ധി ഉണ്ടാകുന്നത്, പിന്നെ നിങ്ങളുടെ യോഗബലത്തിലൂടെ വളരെ പേർ ആകർഷിക്കപ്പെട്ടു വരും. എത്രത്തോളം നിങ്ങളിൽ നിന്നും തുരുമ്പ് മാറിക്കൊണ്ടിരിക്കുന്നോ അത്രയും ബലം നിറഞ്ഞുകൊണ്ടിരിക്കും. ബാബ എല്ലാം അറിയുന്നവനാണ് എന്നല്ല, ഇവിടെ വന്ന് എല്ലാവരെയും നോക്കുന്നു, എല്ലാവരുടെയും അവസ്ഥകളെയും അറിയുന്നു. ബാബ കുട്ടികളുടെ അവസ്ഥ അറിയുകയില്ലേ? എല്ലാം അറിയാൻ കഴിയുന്നു. ഇതിൽ അന്തര്യാമിയുടെ ഒരു കാര്യവുമില്ല. ഇപ്പോഴാണെങ്കിൽ കർമാതീത അവസ്ഥ ഉണ്ടായിട്ടില്ല. ആസുരീയ സംസാരവും പെരുമാറ്റവും മറ്റുമെല്ലാം പ്രസിദ്ധമാകുന്നു. നിങ്ങൾക്ക് ദേവതാ പെരുമാറ്റം ഉണ്ടാക്കണം. ദേവതമാർ സർവഗുണ സമ്പന്നമാണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആകേണ്ടതുണ്ട്. ആ അസുരനെവിടെ? ദേവതമാരെവിടെ? എന്നാൽ മായ ആരെയും വിടുന്നില്ല. തൊട്ടാവാടിയാക്കി മാറ്റുന്നു, പൂർണ്ണമായും കൊന്നുകളയുന്നു. 5 പടികളുണ്ടല്ലോ. ദേഹാഭിമാനം വരുന്നതിലൂടെ മുകളിൽ നിന്നും പൂർണ്ണമായും താഴെ വീഴുന്നു. വീണ് മരിക്കുകയും ചെയ്തു. ഇക്കാലത്ത് സ്വയം തന്നെ കൊല്ലുന്നതിനു വേണ്ടി എങ്ങനെയെല്ലാമുള്ള ഉപായങ്ങൾ രചിക്കുന്നു. 21ാം നിലയിൽ നിന്നും ചാടുന്നു, പൂർണ്ണമായും ഇല്ലാതാകുന്നതിനു വേണ്ടി. പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുകയും ദുഃഖം അനുഭവിക്കുകയും ചെയ്യാതിരിക്കുന്നതിനായി. 5 നിലയിൽ നിന്നും വീണിട്ട് എത്ര മരിച്ചില്ലെങ്കിൽ എത്ര ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കും. ചിലർ സ്വയം തീ കൊളുത്തുന്നു. അഥവാ ആരെങ്കിലും അയാളെ രക്ഷിക്കുകയാണെങ്കിൽ അയാൾക്ക് എത്ര ദുഃഖം സഹിക്കേണ്ടി വരുന്നു.
കത്തിപ്പോവുകയാണെങ്കിൽ ആത്മാവ് ഓടിപ്പോകുമല്ലോ. അതിനാൽ ജീവഘാതം ചെയ്യുന്നു, ശരീരത്തെ ഇല്ലാതാക്കുന്നു. ശരീരം ഉപേക്ഷിക്കുന്നതിലൂടെ ദുഃഖങ്ങളിൽ നിന്നും മുക്തമാകും എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഇതും മഹാപാപമാണ്. അതിനേക്കാൾ അധികം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. കാരണം ഇത് അപാര ദുഃഖങ്ങളുടെ ലോകം തന്നെയാണ്. അവിടെയാണ് അപാര സുഖം, അതായത് സ്വർഗത്തിൽ. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ റിട്ടേൺ ആവുകയാണ്, തിരിച്ചു പോവുകയാണ്. ദുഃഖധാമത്തിൽ നിന്നും സുഖധാമത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ആരാണോ സുഖധാമത്തിൻ്റെ അധികാരിയാക്കുന്നത് ആ ബാബയെ ഓർമ്മിക്കണം. ഇദ്ദേഹത്തിലൂടെ ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ചിത്രവുമുണ്ടല്ലോ, ബ്രഹ്മാവിലൂടെ സ്വർഗത്തിൻ്റെ സ്ഥാപന. നിങ്ങൾ പറയുന്നു, ബാബ, നമ്മൾ അനേകം തവണ അങ്ങിൽ നിന്നും സ്വർഗത്തിൻ്റെ സമ്പത്ത് എടുക്കുവാൻ വന്നിട്ടുണ്ട്. ബാബയും സംഗമത്തിൽ തന്നെയാണ് വരുന്നത്, ലോകത്തെ മാറ്റേണ്ടതായിട്ടുള്ളപ്പോൾ. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുകയാണ് കുട്ടികളായ നിങ്ങളെ ദുഃഖത്തിൽ നിന്നും മോചിപ്പിച്ച് സുഖത്തിൻ്റെ പാവന ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ. ഹേ പതീത പാവന എന്ന് വിളിക്കുന്നുമുണ്ട്. നമ്മളെ ഈ മോശമായ ലോകത്തിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന് നമ്മൾ മഹാകാലനെയാണ് വിളിക്കുന്നത് എന്നത് മനസ്സിലാക്കുന്നില്ല. തീർച്ചയായും ബാബ വരും, നമ്മൾ മരിക്കും. അപ്പോഴായിരിക്കുമല്ലോ ശാന്തി ഉണ്ടാവുക. ശാന്തി ശാന്തി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശാന്തി ഉള്ളത് പരംധാമത്തിലാണ്. എന്നാൽ ഇത്ര അനേകം മനുഷ്യർ ഉള്ളത് വരെയും ഈ ലോകത്തിൽ ശാന്തി എങ്ങനെ ഉണ്ടാകും? സത്യയുഗത്തിൽ സുഖവും ശാന്തിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ കലിയുഗത്തിൽ അനേകം ധർമ്മങ്ങളുണ്ട്. എപ്പോഴാണോ അവ ഇല്ലാതാകുന്നത് അപ്പോൾ ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ഉണ്ടാകുന്നു. അപ്പോഴാണല്ലോ സുഖവും ശാന്തിയും ഉണ്ടായിരിക്കുന്നത്. നിലവിളികൾക്കു ശേഷം തന്നെയാണ് ജയ ജയഘോഷം ഉണ്ടാകുന്നത്. മുന്നോട്ട് പോകുമ്പോൾ നോക്കണം മൃത്യുവിൻ്റെ ബസാർ എത്ര ചൂട് പിടിക്കുന്നു എന്ന്. വിനാശം തീർച്ചയായും ഉണ്ടാകണം. ഒരു ധർമ്മത്തിൻ്റെ സ്ഥാപന ബാബ വന്നു ചെയ്യിക്കുന്നു. രാജയോഗവും പഠിപ്പിക്കുന്നു. ബാക്കി എല്ലാ അനേക ധർമ്മങ്ങളും ഇല്ലാതെയാകും. ഗീതയിൽ ഒന്നും കാണിച്ചിട്ടില്ല. പഞ്ചപാണ്ഡവരും നായും ഹിമാലയത്തിൽ പോയി ഉരുകി. പിന്നെ റിസൾട്ട് എന്തായി? പ്രളയം കാണിച്ചിരിക്കുന്നു. ജലമയമാകും, പക്ഷേ മുഴുവൻ ലോകവും ജലമയമാവുക സാധ്യമല്ല. ഭാരതം അവിനാശി പവിത്ര ഖണ്ഡമാണ്. അതിലും ആബു ഏറ്റവും പവിത്ര തീർത്ഥസ്ഥാനമാണ്. അവിടെ ബാബ വന്ന് കുട്ടികളായ നിങ്ങളിലൂടെ സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ദിൽവാല ക്ഷേത്രവും എത്ര നല്ല സ്മാരകമാണ്, എത്ര അർത്ഥസഹിതമാണ്. പക്ഷേ ആരാണോ ഉണ്ടാക്കിയത് അവർ അറിയുന്നില്ല. എങ്കിലും നല്ല അറിവുള്ളവരായിരുന്നുവല്ലോ. ദ്വാപരയിൽ തീർച്ചയായും നല്ല വിവേകശാലികൾ ഉണ്ടാകും. കലിയുഗത്തിൽ ഉണ്ടായിരിക്കുന്നത് തമോ പ്രധാനമായവരാണ്. ദ്വാപരത്തിൽ പിന്നെയും തമോ ബുദ്ധിയായിരിക്കും. അതായത് ദ്വാപരയിൽ തമോ ബുദ്ധിയും കലിയുഗത്തിൽ തമോ പ്രധാനവുമായിരിക്കും. എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അത് എല്ലാ ക്ഷേത്രങ്ങളെക്കാളും ഉയർന്നതാണ്. വിനാശത്തിൽ ഹോൾസെയിൽ മൃത്യു ഉണ്ടാകും എന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. ഹോൾസെയിൽ മഹാഭാരത യുദ്ധമുണ്ടാകും. എല്ലാം ഇല്ലാതാകും. ബാക്കി ഒരു ഖണ്ഡം അവശേഷിക്കും. ഭാരതം വളരെ ചെറുതായിരിക്കും. ബാക്കി എല്ലാം ഇല്ലാതാകും. സ്വർഗം എത്ര ചെറുതായിരിക്കും. ഇപ്പോൾ ഈ ജ്ഞാനം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിനും സമയമെടുക്കുന്നു.
ഇതാണ് പുരുഷോത്തമ സംഗമയുഗം. ഇവിടെ എത്ര അനേക മനുഷ്യരുണ്ട്. അവിടെ എത്ര കുറച്ച് മനുഷ്യരാകും ഉണ്ടാവുക. ഇതെല്ലാം സമാപ്തമാകും. വേൾഡിൻ്റെ ഹിസ്റ്ററിയും ജോഗ്രഫിയും തുടക്കം മുതൽ റിപ്പീറ്റാകും. തീർച്ചയായും സ്വർഗം മുതൽ റിപ്പീറ്റ് ചെയ്യും. പിന്നീടല്ല വരുന്നത്. ഈ ഡ്രാമയുടെ ചക്രം അനാദിയാണ്. അത് തിരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ ഭാഗത്ത് കലിയുഗം, ആ ഭാഗത്ത് സത്യയുഗമാണ്. നമ്മൾ സംഗമത്തിലാണ്. ഇതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ബാബ വരുന്നുണ്ട്. ബാബയ്ക്ക് രഥം തീർച്ചയായും വേണമല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ ഈ ലക്ഷ്മി നാരായണനാകണം. അപ്പോൾ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യേണ്ടതാണ്. രാവണ രാജ്യമെന്നും രാമരാജ്യമെന്നും ഏതിനെയാണ് പറയുന്നത് എന്നതും കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. പതീതത്തിൽ നിന്നും പാവനവും പിന്നെ പാവനത്തിൽ നിന്നും പതീതവും എങ്ങനെയാണാകുന്നത്? ഈ കളിയുടെ രഹസ്യം ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു. ബാബ നോളജ്ഫുള്ളും ബീജരൂപവുമാണല്ലോ, ചൈതന്യമാണ്. ആ ഒന്ന് വന്ന് മനസ്സിലാക്കിക്കുന്നു. മുഴുവൻ കൽപ്പവൃക്ഷത്തിൻ്റെയും രഹസ്യം മനസ്സിലായോ എന്ന് ബാബ തന്നെയാണ് പറയുക. ഇതിൽ എന്തെല്ലാമാണുള്ളത്? നിങ്ങൾ ഇതിൽ എത്ര പാർട്ട് അഭിനയിച്ചു? പകുതി കൽപ്പം ദൈവിക സ്വരാജ്യമാണ്, പകുതി കൽപ്പം ആസുരീയ രാജ്യമാണ്. ആരാണോ നല്ല നല്ല കുട്ടികൾ, അവരുടെ ബുദ്ധിയിൽ നോളജ് ഇരിക്കുന്നു. ബാബ തനിക്ക് സമാനമാക്കി മാറ്റുകയാണല്ലോ. ടീച്ചേഴ്സിലും നമ്പർ വൈസ് ആയിരിക്കും. ചിലരാണെങ്കിൽ ടീച്ചറായിട്ടും പിന്നെ പിണങ്ങുന്നു. വളരെ പേരെ പഠിപ്പിച്ച ശേഷം പിന്നെ സ്വയം ഇല്ലാതായി. ചെറിയ ചെറിയ കുട്ടികളിൽ പല പല സംസ്കാരങ്ങൾ ഉള്ളവരുണ്ട്. ചിലരാണെങ്കിൽ നോക്കൂ, നമ്പർ 1 ചെകുത്താനാണ്. ചിലർ പിന്നെ ദേവസ്ഥാനത്ത് പോകാൻ യോഗ്യരാണ്. പലരും ജ്ഞാനവും എടുക്കുന്നില്ല, തൻ്റെ പെരുമാറ്റവും നല്ലതാക്കുന്നില്ല. സർവർക്കും ദുഃഖം തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതും ശാസ്ത്രങ്ങളിൽ കാണിച്ചിട്ടുണ്ട്. അസുരൻ വന്ന് ഒളിച്ചിരിക്കുകയായിരുന്നു. അസുരനായി എത്ര പ്രയാസങ്ങൾ കൊടുക്കുന്നു. ഇതെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഉയർന്നതിലും ഉയർന്ന ബാബയ്ക്ക് തന്നെ സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുവാൻ വരേണ്ടി വരുന്നു. മായയും വളരെ ബലവാനാണ്. ദാനം നൽകുന്നു, എന്നിട്ടും മായ ബുദ്ധിയെ തിരിക്കുന്നു. മായ തീർച്ചയായും പകുതി ഭക്ഷിക്കും. അതിനാലാണ് പറയുന്നത് മായ വളരെ കഠിനമാണ് എന്ന്. പകുതി കൽപ്പം മായ രാജ്യം ഭരിക്കുന്നു. അപ്പോൾ തീർച്ചയായും അത്രയും ഗുസ്തിക്കാരനായിരിക്കുമല്ലോ. മായയോട് തോൽക്കുന്നവരുടെ അവസ്ഥ എന്തായി പോകും? ശരി, മധുരമധുരമായ സിഖിലത്തെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒരിക്കലും തൊട്ടാവാടിയാകരുത്. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്ത് തൻ്റെ പെരുമാറ്റം നേരെയാക്കണം. ബാബയുടെ സ്നേഹം നേടുന്നതിനായി സേവനം ചെയ്യണം. എന്നാൽ എന്താണോ മറ്റുള്ളവരെ കേൾപ്പിക്കുന്നത് അത് സ്വയം ധാരണ ചെയ്യണം. കർമാതീത അവസ്ഥയിലേക്ക് പോകുന്നതിൻ്റെ പരിപൂർണ പുരുഷാർത്ഥം ചെയ്യണം. വരദാനം: സാകാര രൂപത്തിൽ ബാബ് ദാദയെ മുന്നിൽ അനുഭവിക്കുന്ന കമ്പൈൻഡ് രൂപധാരിയായി ഭവിക്കട്ടെ. ഏതുപോലെ ശിവശക്തി കമ്പൈൻഡാണോ, അതേപോലെ പാണ്ഡവപതിയും പാണ്ഡവരും കമ്പൈൻഡാണ്. ആര് ഇങ്ങനെയുള്ള കമ്പൈൻഡ് രൂപത്തിൽ ഇരിക്കുന്നോ അവരുടെ മുന്നിൽ ബാബ് ദാദ
സാകാരത്തിൽ സർവ സംബന്ധങ്ങളിലൂടെയും മുന്നിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ദിനം പ്രതിദിനം ഇനിയും അനുഭവം ഉണ്ടാകും. ബാബ്ദാദ മുന്നിൽ വന്നു കൈ പിടിച്ചു എന്ന പോലെ ബുദ്ധി കൊണ്ടല്ല, കണ്ണുകൾ കൊണ്ട് കാണും അനുഭവം ഉണ്ടാകും. എന്നാൽ കേവലം ഒരു ബാബ രണ്ടാമതാരുമില്ല എന്ന പാഠം ഉറച്ചതാണെങ്കിൽ നിഴൽ ചുറ്റുന്നത് പോലെ ബാബ്ദാദ കണ്ണുകളിൽ നിന്നും മാറിപ്പോവുക സാധ്യമല്ല. സദാ മുന്നിലുള്ളതിൻ്റെ അനുഭൂതി ഉണ്ടാകും. സ്ലോഗൻ: മായാജീതം പ്രകൃതിജീതം ആകുന്ന ശ്രേഷ്ഠ ആത്മാവ് തന്നെയാണ് സ്വമംഗളകാരി അഥവാ വിശ്വമംഗളകാരി. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തം ആയിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. താങ്കൾ ഇപ്പോൾ ജീവൻ മുക്തമാകൂ. അപ്പോൾ താങ്കളുടെ ജീവൻ മുക്ത സ്ഥിതിയുടെ പ്രഭാവം ജീവൻ ബന്ധനമുള്ള ആത്മാക്കളുടെ ബന്ധനത്തെ സമാപ്തമാക്കും. എന്നാൽ ആ ഡേറ്റ് എപ്പോഴായിരിക്കും? എല്ലാവരും ജീവൻ മുക്തം ആയിരിക്കുമ്പോൾ ഒരു ബന്ധനവും പാടില്ല. സർവബന്ധനങ്ങളിലും വച്ച് ആദ്യത്തെ ഒരു ബന്ധനമാണ് ദേഹബോധത്തിൻ്റെ ബന്ധനം. അതിൽ നിന്നും മുക്തമാകൂ. ദേഹം ഇല്ലെങ്കിൽ മറ്റു ബന്ധനങ്ങൾ സ്വതവേ തന്നെ ഇല്ലാതായിക്കൊള്ളും. ഓം ശാന്തി. സർവശക്തികൾ കൊണ്ടും ആരാണ് സമ്പന്നമായിരിക്കുന്നത് അവർക്കാണ് വിഘ്ന വിനാശകൻ ആകുവാൻ കഴിയുന്നത്. ബാബ പറയുന്നു, ഒരു ശക്തിയെങ്കിലും കുറവുണ്ടെങ്കിൽ വിഘ്ന വിനാശകൻ ആവുക പ്രയാസമാണ്. സർവശക്തി സമ്പന്നം ആകുന്നതിനായി സദാ ഈ സ്മൃതി വയ്ക്കണം. സർവശക്തിവാനായ ബാബ സദാ എൻ്റെ കൂടെയുണ്ട്. ഞാൻ വിഘ്ന വിനാശകനാണ്. മനസ്സിൽ ഈ സങ്കല്പങ്ങൾ രചിക്കൂ. ഞാൻ തിളങ്ങുന്ന ചൈതന്യ മണി മസ്തക മധ്യത്തിൽ വിരാജിക്കുന്നു. പരമധാമത്തിൽ ജ്ഞാന സൂര്യനായ ശിവബാബയുടെ സ്വരൂപത്തിൽ ബാബയുടെ സർവശക്തിവാന്റെ സ്വരൂപത്തിൽ ബുദ്ധിയെ സ്ഥിരമാക്കൂ. ശിവബാബയിൽ നിന്നും സർവശക്തികളുടെയും കിരണങ്ങൾ താഴേക്ക് വരുന്നു. ആ കിരണങ്ങൾ ആത്മാവിൽ നിറയുന്നു. സമസ്ത ഈശ്വരീയ ശക്തികളും നിറഞ്ഞ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ ആകുന്നു. ഞാൻ സർവശക്തി സമ്പന്നമായ
വിഘ്ന വിനാശകനാണ്. എൻ്റെ ഉള്ളിൽ വിഘ്നങ്ങളെ ഇല്ലാതാക്കുവാനുള്ള അപാര ശക്തിയുണ്ട്. സർവശക്തിവാന്റെ സന്താനമായ ഞാൻ എൻ്റെ വിഘ്ന വിനാശക സ്വരൂപമായ ഗണേശ സ്വരൂപം സ്വീകരിക്കുന്നു. ബുദ്ധിരൂപി നേത്രത്തിലൂടെ തൻ്റെ വിഘ്ന വിനാശക സ്വരൂപം കാണൂ. മുകളിൽ ബാബയുടെ സർവശക്തി സ്വരൂപം, താഴെ ഞാൻ വിഘ്ന വിനാശക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റെ മുന്നിൽ ഭക്താത്മാക്കളെ ഞാൻ കാണുന്നു. ഭക്തരായ ആത്മാക്കൾ വിഘ്ന വിനാശകന്റെ ഗുണങ്ങൾ പാടി വിഘ്നം ഹരിക്കുവാനായി യാചിക്കുന്നു. ഭക്തരുടെ വിളികൾ കേട്ട് ഞാൻ എൻ്റെ വരദാനി ഹസ്തത്തിലൂടെയും മസ്തകത്തിലൂടെയും ശക്തിശാലി കിരണങ്ങൾ ഭക്തരിലേക്ക് പ്രസരിപ്പിക്കുന്നു. സർവശക്തിവാന്റെ ഈ ശക്തി കിരണങ്ങൾ ഭക്തരിൽ പതിയുമ്പോൾ അവരുടെ വിഘ്നങ്ങളെല്ലാം ഇല്ലാതാവുന്നു. സർവ വിഘ്നങ്ങളുടെ ഭാരങ്ങളിൽ നിന്നും അവർ തീർത്തും മുക്തരാകുന്നു, ഭാരരഹിതമാകുന്നു, ലൈറ്റ് ആകുന്നു. അവരുടെ ചിത്തം ശാന്തമായിക്കൊണ്ടിരിക്കുന്നു. ആ ആത്മാക്കൾക്ക് ഈശ്വരീയ ആശ്രയത്തിൻ്റെയും സുരക്ഷയുടെയും ശക്തിയുടെയും അനുഭവം ഉണ്ടാകുന്നു. തൻ്റെ ഇഷ്ടദേവസ്വരൂപം അവർ അനുഭവിച്ച് സർവശക്തികളും നേടി സന്തോഷിക്കുന്നു. വീണ്ടും ഞാൻ എൻ്റെ സർവശക്തി സമ്പന്ന സ്വരൂപത്തിൽ
മാസ്റ്റർ സർവശക്തിവാൻ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരംധാമത്തിൽ നിന്നും സർവശക്തിവാനായ ശിവപിതാവിൻ്റെ ശക്തിശാലി കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ആ സർവശക്തികളും സ്വീകരിച്ച് ഞാൻ മുഴുവൻ ലോകത്തിലേക്കും ഈശ്വരീയ ശക്തിയുടെ പ്രകാശകിരണങ്ങൾ വ്യാപിപ്പിക്കുന്നു. സർവ ആത്മാക്കളിലും ഈ സർവശക്തികളുടെയും കിരണങ്ങൾ എത്തിച്ചേരുമ്പോൾ അവരും വിഘ്നമുക്തമാകുന്നു, ഭാരരഹിതമാകുന്നു, ശക്തിശാലിയാകുന്നു. ബാബയോടൊപ്പം സമസ്ത ലോകത്തിലെയും വിഘ്നങ്ങൾ വിനാശമാക്കുന്ന എൻ്റെ വിഘ്ന വിനാശക സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത ശക്തികളുടെ വൈബ്രേഷൻസ് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.